ഹായ്, ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കാമേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അരച്ചെടുക്കാം, എളുപ്പത്തിൽ അരച്ചെടുക്കാം, തേങ്ങയൊന്നും വേണ്ട കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 1.5 മുറി തക്കാളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാം. നല്ലപോലെ വഴറ്റിയിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇടുന്നില്ല. ഇതിന് ചെറിയൊരു മധുരവും പുളിയും ഒക്കെ ചേർന്നൊരു രുചിയാണ്. രണ്ട് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്ന് വഴറ്റാം. ഒന്ന് നല്ലപോലെ വഴറ്റിയിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. തീ സിമ്മിലിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമല്ലോ. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. അതുകൊണ്ട് ഒന്ന് ആവി കയറിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഒരു ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് എരി വേണ്ടവർക്ക് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ എല്ലാം വഴറ്റിയിട്ട് എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാമേ. എന്നിട്ട് ഇതൊന്ന് ആറിയിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ട് ഇനി ഒന്ന് അരച്ചെടുക്കാമേ. അരച്ചെടുത്തപ്പോൾ നമുക്ക് ചട്നി ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ടും കിട്ടും. ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ലതായിരിക്കും. ട്രൈ ചെയ്യണേ. ബൈ.